കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താകുമെന്നത് സംബന്ധിച്ച് എല്ലാവരും അവരുടെ ആഗ്രഹം അനുസരിച്ചുള്ള അവകാശവാദങ്ങൾ നടത്തുകയാണ്. 20 ദിവസത്തിനകം അറിയാനിരിക്കുന്ന സത്യത്തെക്കുറിച്ച് എന്തെല്ലാം അവകാശവാദങ്ങൾ നടത്തിയാലും കേരളത്തിലെ ജനവിധി തീർച്ചയായി കഴിഞ്ഞു. പക്ഷേ ജനവിധി അനുകൂലമാക്കുന്നതിന് 3 മുന്നണികൾ നടത്തിയ പോരാട്ടത്തിൽ BJP-യാണ് കൂടുതൽ മികവും തന്ത്രജ്ഞതയും ആസൂത്രണ വൈദഗ്ധ്യവും പുലർത്തിയത്. കേരളത്തിലെ നിർണായക ശക്തിയായി തങ്ങൾ മാറുന്നു എന്ന ചിന്ത പ്രബലമാക്കിക്കൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാക്കുന്നത്. തിരഞ്ഞെടുപ്പിലെ സംവാദ വിഷയങ്ങളും അവർ തന്നെ തീരുമാനിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ മറപിടിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളുടെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ജനവിധിക്കായുള്ള ഒരുക്കത്തിൽ മറ്റു കക്ഷികളെല്ലാം അവരുടെ താളത്തിലൊത്ത് തുള്ളുകയായിരുന്നു. ഇതിലൂടെ അവർ കനിഷ്ഠകരമായ ഒന്നും ചർച്ച പോലും ചെയ്യപ്പെടാതെ അവർ പ്രചാരണം കൊഴുപ്പിച്ചു. വലിയ ജനക്കൂട്ടങ്ങളുള്ള യോഗങ്ങൾ സംഘടിപ്പിച്ചു. തങ്ങൾ സമൂഹത്തിൽ ശക്തരാവുകയാണ് എന്ന ചിന്തയും പ്രബലമാക്കി. BJP-യുടെ താളത്തിന് കേന്ദ്രവും ഉത്തർപ്രദേശും മധ്യപ്രദേശും അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന അവർക്കെതിരായി ഒരു വിമർശനവും ഉയരാതെ അവർ കാത്തു എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വൈഭവം. ജനങ്ങളുടെ ചിന്തയിൽ അവ കൊണ്ടുവരാതെ വേറെ വിഷയങ്ങളിലൂടെ ചർച്ച മാറ്റിവിട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കറുത്തവാവിന് ബോംബിടാൻ പോകാൻ വ്യോമസേനയെ ഉപദേശിച്ചത് താനാണ് എന്ന് പറഞ്ഞ് സർക്കാരിനെതിരായ വിമർശനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയും തന്ത്രപൂർവ്വം കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ നിന്നും തട്ടിമാറ്റാൻ അവർക്കായി. പെട്രോളിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിലുണ്ടായ രൂക്ഷമായ വിലക്കയറ്റം പോലും വിഷയമായതേയില്ല. ഈ വിലക്കയറ്റം സാധാരണക്കാരെ ബാധിക്കുന്നില്ല എന്ന അവരുടെ വാദം പോലും പുറത്തെടുക്കേണ്ടി വന്നതുമില്ല. ജീവിക്കാൻ വേണ്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾ മുതൽ ലക്ഷങ്ങൾ കടമെടുത്ത് ബസ് വാങ്ങിയ ബസ്സുടമകൾ വരെ കോവിഡ് മഹാമാരി ഉണ്ടാക്കിയ തിരിച്ചടിക്കൊപ്പം പെട്രോൾ വിലവർധന ഉണ്ടാക്കിയ വിലക്കയറ്റം കൊണ്ടും വല്ലാതെ വലയുകയാണ്. വാഹനങ്ങൾ വിറ്റ് രക്ഷപ്പെടാൻ പോലും സാധിക്കാതെ മുന്നോട്ടു പോകാനാവാതെ ശ്വാസം മുട്ടുകയാണ്. ഇതൊന്നും വിഷയമാക്കാതെ നോക്കി എന്നത് ചെറിയ കാര്യമാണോ? ഒരു സ്കൂട്ടറെങ്കിലും ഇല്ലാത്ത എത്ര കുടുംബം കാണും കേരളത്തിൽ? അടുക്കളയിൽ കുക്കിംഗ് ഗ്യാസിന് 1 മാസം കൊണ്ട് കൂടിയത് 100 രൂപയിലധികം. ജനങ്ങളുടെ പോക്കറ്റ് കാലിയാക്കുന്ന, അടുപ്പിൽ തീ കത്തുന്നത് തടയുന്ന വിലവർധന കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും വിഷയമാക്കിയില്ല. ഇതിനിടയിലും ജനങ്ങളെ വല്ലാതെ സഹായിച്ച സൗജന്യ കിറ്റ് പോലുള്ള നല്ല കാര്യങ്ങളും ഏറെ ചർച്ചയാക്കപ്പെട്ടില്ല. വെള്ളക്കാർഡുകാർ പോലും സൗജന്യ കിറ്റിന് കാത്തിരിക്കുന്ന കാലമാണ് കോവിഡാനന്തര കേരളം. സർക്കാരിനെതിരെ ഓരോ ദിവസവും പുത്തൻ ആക്ഷേപങ്ങൾ കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്ത് ഈസ്റ്ററിന് മുമ്പ് കിറ്റ് കിട്ടുന്നത് തടയുകയും ചെയ്തു. എല്ലാം അറിയാമെങ്കിലും ആരും വിഷയമാക്കിയില്ല. ഇൻഷുറൻസ് കോർപ്പറേഷൻ പോലും വിറ്റ് കാശുണ്ടാക്കുവാനുള്ള നീക്കങ്ങളും ആരും വിഷയമാക്കിയില്ല. ജീവന് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് കോവിഡ് മഹാമാരി കുതിച്ചുയരുന്നത് എല്ലാവരും മനഃപൂർവ്വം ഒളിച്ചുവെച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയവരിൽ മിക്കവരും കോവിഡ് രോഗികളായി. സർക്കാർ ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നതിലും ഏറെ കൂടുതലാവും രോഗികളുടെ കണക്ക് എന്ന് കരുതാൻ ന്യായങ്ങളുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ നടത്തുന്ന അന്വേഷണങ്ങൾ പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ പോലും നാളെ അവർക്ക് ഭരണം കിട്ടാൻ ഇടയായാൽ അനങ്ങാൻ വയ്യാത്ത സ്ഥിതി ഉണ്ടാക്കും എന്നതിൻ്റെ കൃത്യമായ സൂചനകളായി. ഭാരതത്തിൻ്റെ ഐക്യവും ഫെഡറൽ സംവിധാനത്തിൻ്റെ സുസ്ഥിരതയും ആഗ്രഹിക്കുന്നവർ ഒറ്റക്കെട്ടായി എതിർക്കേണ്ടവയാണ് ഈ പ്രവണതകൾ. എന്നാൽ തെരഞ്ഞെടുപ്പ് വിജയം മാത്രം മുന്നിൽ കണ്ട് നിലപാടുകളെടുത്തു. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ പങ്കുവഹിക്കുന്ന സാമ്പത്തിക സംവിധാനമായ കിഫ്ബിയെ നിഗ്രഹിക്കുവാൻ നടക്കുന്ന നീക്കങ്ങൾക്കും പ്രതിപക്ഷം കൂട്ടുനിൽക്കുന്നത് പോലെ തോന്നി. കിഫ്ബിയുടെ CEO ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശമനുസരിച്ച് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത സുഹൃത്തായ INTUC നേതാവിനെതിരെ കശുവണ്ടി സംഭരണത്തിലെ അഴിമതി സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ വൈരാഗ്യമാണ് ഇപ്പോൾ കിഫ്ബിയോട് തീർക്കുന്നത് എന്നും ആക്ഷേപമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കടന്നുകയറ്റങ്ങളെ ന്യായീകരിക്കുന്ന മട്ടിലായി പോയി അവരുടെ സമീപനങ്ങൾ. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുവാൻ എല്ലാ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളും BJP ഉപയോഗിക്കുന്നതും ആർക്കും വിഷയമായില്ല. തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും എല്ലാം നേതാവായ MK സ്റ്റാലിൻ്റെ ബന്ധുവീടുകളിലെല്ലാം എത്രയോ ദിവസമായി റെയ്ഡ് നടത്തി. കർണാടകത്തിൽ PCC അധ്യക്ഷൻ ശിവകുമാറിനെ ശ്വാസം വിടാൻ അനുവദിക്കുന്നില്ല. തൃണമൂലിൻ്റെ നേതാക്കൾക്കെതിരെയും അങ്ങനെ തന്നെ. ഇതേക്കുറിച്ച് പോലും ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. പറയാതിരിക്കത്തക്ക വിധം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ സെറ്റ് ചെയ്യാൻ BJP-ക്കായി. BJP സംസ്ഥാനങ്ങളിലുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങളോ ഫാദർ സ്റ്റാൻ സ്വാമിയെപ്പോലുള്ളവരുടെ അറസ്റ്റുകളോ വിഷയമായില്ല. മാധ്യമങ്ങളും വിഷയമാക്കിയില്ല. പെട്രോൾ വില തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ പെട്ടെന്ന് 20ഉം 25 പൈസയും കുറഞ്ഞതും ആരും ശ്രദ്ധിച്ചില്ല, വിഷയമാക്കിയതുമില്ല.
എവിടെയോ തയ്യാറാക്കുന്ന തിരക്കഥയ്ക്കനുസരിച്ച് എല്ലാം ക്രമീകരിക്കപ്പെടുന്നത് പോലെ തോന്നിയെങ്കിലും ആരും പറഞ്ഞില്ല. ചിലർക്ക് തോന്നിയതുമില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിലടക്കം കാണുന്ന പക്ഷപാതിത്വ സൂചനകളും വിഷയമായില്ല. CPM-ന് മാത്രമല്ല, കോൺഗ്രസിനുമായില്ല. കേരളത്തിലെ ഇടതു സർക്കാരിനോട് കോൺഗ്രസുകാർ സ്വീകരിക്കുന്ന സമീപനമാണ് ബംഗാളിൽ മമതയോട് കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കുന്നതും. മുഖ്യശത്രു ആരെന്നതല്ല, എനിക്ക് ഭരണം വേണം എന്നത് മാത്രമായി എല്ലാവരുടെയും ലക്ഷ്യം. കോൺഗ്രസിന്റെ താരപ്രചാരകരായി വന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും കേരളത്തിൽ ഏറെ സമയം ചെലവിട്ടെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന BJP-ക്കെതിരെ ഏറെയൊന്നും പറയാതെ കടലിൽ ചാട്ടവും അതുപോലുള്ള കളികളുമായി ജനശ്രദ്ധ ആകർഷിക്കുവാൻ നോക്കുകയായിരുന്നു. എന്നാൽ മോദിയും അമിത്ഷായും നിർമ്മല സീതാരാമനും എല്ലാം രാഷ്ട്രീയം പറഞ്ഞു, തന്ത്രപരമായ നടപടികളെടുത്തു. ഝാൻസിയിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു. നടപടിയുമുണ്ടായി. മോദി എല്ലാം ജനവിരുദ്ധ നടപടികളും ഒളിപ്പിച്ചുവെച്ച് ശരണം വിളിയിൽ കാര്യങ്ങൾ ഒതുക്കി. ചുരുക്കത്തിൽ BJP കണക്കു പറയേണ്ട കാര്യങ്ങളൊന്നും വിഷയമാക്കുവാൻ ആർക്കും ആയില്ല. ശബരിമല വിഷയത്തിൽ എല്ലാം കേന്ദ്രീകരിക്കുവാൻ നോക്കിയെങ്കിലും ഇക്കാര്യത്തിൽ പോലും BJP കൃത്യമായ സുരക്ഷിതത്വം സ്വീകരിച്ചു. ഇക്കാര്യത്തിലുള്ള സുപ്രീം കോടതി വിധി മറികടക്കുവാൻ എന്തേ കേന്ദ്രം നിയമനിർമ്മാണം നടത്തിയില്ല എന്ന് ധീരമായി ചോദിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ പോലും വേണ്ട ജാഗ്രത കാണിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇത്തരം നിയമം ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അത്തരം ഒരു നിയമം കൊണ്ടുവരാമോ എന്ന് രാഹുൽ പോലും മോദിയോട് ചോദിച്ചതുമില്ല. അതേസമയം എന്തേ കേരളം നിയമം ഉണ്ടാക്കിയില്ല എന്ന ചോദ്യം ഏറെ സജീവമാക്കുവാൻ BJP-ക്ക് സാധിക്കുകയും ചെയ്തു. സുപ്രീം കോടതി വിധിക്കെതിരെ പണ്ട് ബേബി മന്ത്രി കൊണ്ടുവന്ന സ്വാശ്രയ നിയമം പോലെ കോടതി വരാന്തയിൽ വെച്ച് തന്നെ റദ്ദാക്കപ്പെടുന്നതാകും കേരളം ഉണ്ടാക്കാവുന്ന നിയമം എന്ന് എന്തേ ജനങ്ങളോട് പറഞ്ഞില്ല. അവിടെയാണ് BJP-യുടെ വിജയം. ശബരിമല സംബന്ധിച്ച് കേരള സർക്കാരിന്റെ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം മാറ്റിയാൽ എല്ലാം ശരിയാകും എന്ന വാദത്തിലാണ് ഉമ്മൻചാണ്ടി ആശ്രയിച്ചത്. വിധി നടപ്പാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെന്നും വിധി സ്റ്റേ ചെയ്യണമെന്നും കേരള സർക്കാർ നടത്തിയ വാദം പോലും അംഗീകരിക്കാത്ത സുപ്രീം കോടതിയിൽ സർക്കാർ എന്തു പറയുന്നു എന്നത് എങ്ങനെ വലിയ വിഷയമാകും? കേസിൽ കക്ഷി ചേർന്ന മറ്റുള്ളവരെല്ലാം ഈ വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നതല്ലേ? സർക്കാർ പറഞ്ഞാലേ കോടതിക്ക് മനസ്സിലാകൂ എന്നുണ്ടോ? വസ്തുതകൾ ഇതെല്ലാം ആയിരിക്കെ കേരള സർക്കാരിന്റെ തലയിൽ ഉത്തരവാദിത്വം മുഴുവൻ അർപ്പിക്കുവാൻ BJP-ക്കായി. സുപ്രീം കോടതി വിധിക്കെതിരെ നിയമം വേണമെങ്കിൽ അതിനാവുക കേന്ദ്രത്തിനല്ലേ എന്ന് ശക്തമായി ചോദിക്കുവാൻ CPM പോലും ഉണ്ടായില്ല. സുപ്രീം കോടതി ഉത്തരവുമായി മല ചവിട്ടാൻ വരുന്നവർക്ക് സംരക്ഷണം കൊടുക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയും ആരും ഓർമ്മിച്ചില്ല. തടസ്സവാദം ഉന്നയിക്കാതിരിക്കുവാൻ തക്കവിധം ആക്രമണം നടത്തി BJP. അതുകൊണ്ട് തന്നെ BJP കേരളത്തിലെ നില മെച്ചപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞുകൊണ്ടാണ് പ്രചാരണം പൂർത്തിയായത്. അതിനർത്ഥം BJP വലിയ വിജയം കൊയ്യുമെന്നല്ല, അവരുടെ നില മെച്ചപ്പെടുമെന്നാണ്. BJP-ക്കെതിരെ സംയുക്തമായ പ്രതിരോധം സൃഷ്ടിക്കുവാൻ പ്രതിപക്ഷങ്ങൾക്കാവുന്നില്ല. 140 അംഗ നിയമസഭയിൽ ഞങ്ങൾക്കും 30 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കും എന്ന BJP നേതാവിന്റെ ആത്മവിശ്വാസത്തോടെയുള്ള അവകാശവാദം ഉയർത്തുന്നതും നല്ല സൂചനകളല്ല. ഇത്തരം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചവരെ റാഞ്ചി കൂടെയാക്കിയതുപോലുള്ള കളികളുടെ സൂചനയാണത്. ഏതെങ്കിലും കക്ഷികളെ മൊത്തത്തിൽ വില പറഞ്ഞിട്ടുണ്ടാവുമോ എന്നതും സംശയിക്കണം. തങ്ങളുടെ ചില കാര്യങ്ങൾ നേടാൻ ഏത് പാർട്ടിയോടും കൂടാൻ മടിയില്ലാത്ത ശക്തമായ ചെറിയ പാർട്ടികൾ കേരളത്തിലുണ്ടല്ലോ. ഇടതു വലതു മുന്നണികൾ ഇത്ര ഐക്യത്തോടെ പരസ്പരം പോരാടിയ തെരഞ്ഞെടുപ്പ് യുദ്ധങ്ങൾ കേരള ചരിത്രത്തിൽ അപൂർവമാവും. സീറ്റ് വിഭജനം മുതൽ മുന്നണി അധികാരത്തിൽ വരണം എന്ന വാശിയോടെ സഹകരിച്ച് പ്രവർത്തിക്കുവാൻ ഇരു മുന്നണിക്കുമായി. ഒതുക്കാൻ നോക്കിയാൽ ഒതുങ്ങും എന്ന് എല്ലാവർക്കും വ്യക്തമായിരുന്നു. അതുകൊണ്ട് പരസ്പരം കൈമേയ് മറന്ന് പരസ്യമായി സഹകരിച്ചു. എങ്കിലും അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പലരും അവകാശപ്പെടുന്നുണ്ട്. അത് കൃത്യമായി അറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കണം. ഇടതു സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് മിക്കവാറും ദിവസവും ഓരോ അഴിമതി ആരോപണങ്ങളുമായി വന്നു. അതുകൊണ്ട് ഒന്നിനും ഏറെ ദിവസത്തെ ആയുസ്സുണ്ടായില്ല. എല്ലാം നുണ എന്ന മറുപടിയിൽ മുഖ്യമന്ത്രിയും നേരിട്ടു. ഇതിലെല്ലാം സത്യമുണ്ടോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള കാലമാണ് വോട്ടെടുപ്പിന് ശേഷമുള്ള ദിനങ്ങൾ. കോടതി പോലുള്ള സംവിധാനങ്ങളെ സമീപിക്കണം. മന്ത്രി KT ജലീലിനെതിരെ വോട്ടെടുപ്പിന്റെ പിറ്റേന്ന് വന്ന ലോകായുക്ത വിധി ഒരു ദിവസം നേരത്തെ ആയിരുന്നെങ്കിൽ സർക്കാരിന് കൂടുതൽ ദോഷം ചെയ്യുമായിരുന്നു. ലോകായുക്തയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ജലീൽ ഉടൻ രാജിവെക്കില്ലെന്ന് തീർച്ചയായി. തുടർഭരണം കിട്ടിയാൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാകുമോ എന്നതാവും ഈ വിധി ഉണ്ടാക്കുന്ന വിഷമ വിഷയം.
ലോകായുക്തയുടെ വിധികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യാറുണ്ട്. ലോകായുക്തയുടെ ഉപരിയാണ് ഹൈക്കോടതി എന്ന് ബോധ്യപ്പെടുത്താൻ വരെ ഇത്തരം സ്റ്റേകൾ ഉണ്ടാകാറുണ്ടെന്ന് കഥകളുണ്ട്. ഏറെ വിവാദത്തിൽപ്പെട്ട ജലീലിനെതിരെ ഉണ്ടായ ലോകായുക്തയുടെ വിധിയെ മിക്കവാറും എല്ലാ കേന്ദ്രങ്ങളും ന്യായീകരിക്കുന്നുണ്ട്. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാവണം എന്ന ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശത്തിന്റെ പേരിൽ മന്ത്രി രാജിവെക്കണമെന്ന് ശഠിച്ചവർ ഇന്ന് വേണ്ടെന്ന് പറയുന്നത് അപഹാസ്യമാണ്. ജലീലിനെതിരെ ഉണ്ടായിരിക്കുന്നത് കേവലം പരാമർശമല്ല, വിധിയാണ് എന്നതും മറയ്ക്കാനാണ് നോട്ടം. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ പ്രതിപക്ഷ നേതാവിൻ്റെ അഴിമതി ആരോപണങ്ങളും അതിനെതിരായ പോരാട്ടവും നിലച്ച മട്ടാണ്. അതാണ് മിക്കവാറും എല്ലാ കാലത്തും കാണാറുള്ള സമീപനവും. സർക്കാരിനെതിരെ ഉന്നയിച്ച ആക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിക്കാനോ കോടതിയെ ഇടപെടിക്കാനോ ഒന്നും ഒരു നീക്കവും ആരും നടത്താറില്ല. പ്രതിപക്ഷം അഥവാ അധികാരത്തിൽ തിരിച്ചെത്തിയാലും കൂടുതൽ എന്തെങ്കിലും ഉണ്ടാകുമെന്നും കരുതാനില്ല. ജനം പ്രതിപക്ഷം പറഞ്ഞത് വിശ്വസിക്കുകയും അതിനനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിധി. രമേശ് തുറന്നുവിട്ട ഭൂതങ്ങളിൽ ഇടത് സർക്കാരിന് ഏറെ വിഷയമായത് ആഴക്കടൽ മത്സ്യബന്ധനം സംബന്ധിച്ച് സർക്കാർ സ്ഥാപനമായ ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും EMCC കമ്പനിയുമായി ഉണ്ടാക്കിയ 2950 കോടി രൂപയുടെ കരാറാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ കോർപ്പറേഷൻ MD. അദ്ദേഹം സർക്കാരിനെ വെട്ടിലാക്കാൻ ഉണ്ടാക്കിയതാണ് ആ കരാർ എന്ന് സർക്കാർ വാദിച്ചെങ്കിലും മത്സ്യത്തൊഴിലാളികളോ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരോ ആ വാദം മുഖവിലയ്ക്ക് സമ്മതിച്ചില്ല. കരാർ സർക്കാർ റദ്ദാക്കി. ഇതേ തുടർന്ന് EMCCയുടെ MD ഷിജു വർഗീസ് കുണ്ടറയിൽ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ നിയമസഭയിലേക്ക് മത്സരിച്ചു. വോട്ടെടുപ്പ് ദിവസം രാവിലെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് മന്ത്രി തന്നെ പോലീസിൽ പരാതിപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ അദ്ദേഹം സ്വന്തം വാഹനം കത്തിക്കുവാനും CPMകാരെ പ്രതികളാക്കുവാനും ശ്രമിക്കുന്നു എന്നായിരുന്നു മന്ത്രിയുടെ പരാതി. അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നും മന്ത്രി പറഞ്ഞു. ഇല്ലെന്ന് പോലീസ് പറഞ്ഞതോടെ മന്ത്രി ഉണ്ടാക്കിയ കഥയോ എന്ന സന്ദേഹം വളർന്നു. ഏതായാലും അത്തരം ദുരന്തങ്ങൾ ഒന്നും ഉണ്ടായില്ല. അതിന് കാരണമായത് മേഴ്സിക്കുട്ടിയമ്മയുടെ വെളിപാടായിരുന്നു എന്ന് സംശയിക്കുന്നവരുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ക്യാപ്റ്റൻ പിണറായി ആരെങ്കിലും ഞെട്ടിച്ചെങ്കിൽ അത് NSS നേതാവ് സാക്ഷാൽ സുകുമാരൻ നായരായിരിക്കും. പണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിവസം VS അച്യുതാനന്ദൻ CPMകാർ വധിച്ച കുലംകുത്തിയുടെ വീട് സന്ദർശിച്ചതുപോലെ ഒരു അടിയാണ് സുകുമാരൻ നായർ കൊടുത്തത്. 3 മുന്നണികളോടും സമദൂരം എന്ന് പ്രഖ്യാപിച്ച തൻ്റെ സമുദായത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം സർക്കാരിൽ നിന്നും തീരെ കുറ്റമില്ലാത്ത രീതിയിൽ നേടിക്കൊണ്ടിരുന്ന സുകുമാരൻ നായർ ഇക്കുറി സമദൂരം മാറ്റി കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നതായി വോട്ടെടുപ്പ് ദിവസം രാവിലെ പ്രഖ്യാപിച്ചത് ക്യാപ്റ്റനെയും അദ്ദേഹത്തിൻ്റെ പടയാളികളെയും വല്ലാതെ ഞെട്ടിച്ചു. സുകുമാരൻ നായരുടെ വാക്കുകളോടുണ്ടായ പ്രതികരണങ്ങൾ അത് വ്യക്തമാക്കുകയും ചെയ്തു. അതോടെ കേരളത്തിലെ നായന്മാരെങ്കിലും ഒറ്റക്കെട്ടായി ഇടതു സർക്കാരിനെതിരായി വിധി എഴുതും എന്ന് ഭയപ്പെടുന്നത് പോലെ തോന്നി ആ പ്രതികരണങ്ങൾ. പോർക്കളത്തിൽ ഇത്തരം ഇരുട്ടടികൾ പ്രതീക്ഷിക്കണമെങ്കിലും സുകുമാരൻ നായരിൽ നിന്നും ഇത്തരം ഒരു തലക്കടി ക്യാപ്റ്റൻ നനച്ചിരിക്കാനിടയില്ല. പ്രത്യേകിച്ചും NSS വർഷങ്ങളായി ഉന്നയിക്കുന്നതും ജനാധിപത്യ മുന്നണിക്ക് ഒരിക്കലും സാധിക്കില്ലാത്തതുമായ സാമ്പത്തിക സംവരണം അടക്കമുള്ള നിരവധി ചരിത്ര തീരുമാനങ്ങൾ എടുത്ത ഒരു സർക്കാർ മാറണമെന്ന് സുകുമാരൻ നായർ അഭിപ്രായപ്പെടുമെന്ന് എങ്ങനെ കരുതാൻ? സുകുമാരൻ നായരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭരണകാലത്ത് ചെയ്യുന്നവ ഒന്നുമല്ല വോട്ടെടുപ്പിന് പലരും കണക്കാക്കുന്നതെന്ന് തോന്നലുമുണ്ടായി. ഇനി അഥവാ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ പിണറായി സർക്കാർ ഏർപ്പെടുത്തിയ സാമ്പത്തിക സംവരണത്തിന് മാറ്റം വരുമോ എന്ന് സംശയിക്കുവാൻ ന്യായങ്ങളുണ്ടായിട്ടും സുകുമാരൻ നായർ ഭരണമാറ്റത്തിനു വേണ്ടി വാദിച്ചു. അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നീങ്ങിയാൽ സുകുമാരൻ നായർ സമുദായത്തോട് ചെയ്യുന്ന വലിയ അപരാധമായി ഈ ആഹ്വാനം ചിത്രീകരിക്കപ്പെടും. അത്തരം നടപടി ഉണ്ടായാൽ സുപ്രീം കോടതിയിൽ കേസിന് പോകാം. പക്ഷേ കേസ് അങ്ങനെ നീണ്ടുപോകും ലാവ്ലിൻ പോലെ. സാമ്പത്തിക സംവരണത്തിനെതിരെ സുപ്രീം കോടതിയിലുള്ള കേസിലെ വിധിക്ക് ശേഷം തീരുമാനിച്ചാൽ മതി എന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞത് മറക്കാനാവുമോ? ആ പ്രസ്താവന അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ മാറ്റിയതിൻ്റെ കാരണവും ആർക്കാണ് അറിയാത്തത്? ആയിരത്തി 1987 NSS നേതൃത്വത്തിന്റെ സമ്മർദ്ദം മൂലം ഏർപ്പെടുത്തിയ സാമ്പത്തിക സംവരണം ലീഗ് സമ്മർദ്ദം മൂലം കോൺഗ്രസ് മരവിപ്പിച്ചതാണ്.
ഈ വിവാദങ്ങളിൽപ്പെട്ട് 1987 കരുണാകരന് ഭരണ തുടർച്ച നഷ്ടപ്പെടുകയും ചെയ്തു. ലീഗിനതിൽ സങ്കടമുണ്ടായിരിക്കില്ല. കാരണം ലീഗ് കോട്ടകളിൽ അവർ വിജയിച്ചു. നഷ്ടമുണ്ടായത് കോൺഗ്രസിനായിരുന്നു. എല്ലാം കണ്ട ജനം ശരിക്കും പെരുമാറി എന്നത് ചരിത്രം. NSS പറഞ്ഞതുകൊണ്ട് മാത്രമല്ല പിണറായി സർക്കാർ ഈ തീരുമാനമെടുത്തത്. EMSന്റെ കാലം മുതലേ CPM എടുക്കുന്ന നിലപാടാണിത്. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലും ഉണ്ടായിരുന്നു ഈ വാഗ്ദാനം. SNDP പോലുള്ള സമുദായ സംഘടനകൾക്കും ലീഗ് പോലുള്ള പാർട്ടികൾക്കും ഇഷ്ടപ്പെടാത്തതായിരുന്നു ആ തീരുമാനം. ദേവസ്വം ബോർഡിലെ നിയമനങ്ങളിൽ മുന്നോക്കക്കാരായ ഹിന്ദുക്കൾക്ക് സംവരണം ഏർപ്പെടുത്തിയതടക്കം പല കാര്യത്തിലും NSS ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു. അതിന്റെ പേരിൽ അക്കൂട്ടർ പ്രതിഷേധിക്കുകയും ചെയ്തു. എന്നിട്ടും പിണറായി ഉറച്ചുനിന്നു. അതുകൊണ്ട് സമദൂരത്തിൽ NSS പരസ്യമായി വെള്ളം ചേർക്കില്ല എന്ന് മുഖ്യമന്ത്രി കരുതിയിരിക്കണം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച കാലം മുതൽ പക്ഷേ സുകുമാരൻ നായരുടെ വാക്കുകളിൽ ഒരു സമദൂരക്കുറവ് കാണാനുണ്ടായിരുന്നു. അവസാന വോട്ടെടുപ്പ് ദിവസം രാവിലെ സുകുമാരൻ നായർ ആ തീരുമാനം പ്രഖ്യാപിച്ചു. ഏതാനും ദിവസമായി ക്യാപ്റ്റന്റെ മനസ്സിൽ എന്തോ വരാൻ പോകുന്നു എന്ന ചിന്ത ഉണ്ടായിരുന്നു. അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തതാണ്. അത് ഇതായിരിക്കുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല. തങ്ങൾ ഏത് മുന്നണിക്ക് ഒപ്പം എന്ന് തുറന്നു പറയാതെ 3 മുന്നണികളും തമ്മിൽ തകർപ്പൻ മത്സരമാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി പക്ഷേ സുകുമാരൻ നായരുടെ പ്രഖ്യാപനം വൈകിപ്പോയെന്നും ഫലമുണ്ടാക്കില്ലെന്നും പരിഹസിച്ച് നിർത്തി. പിണറായി മനസ്സിലാക്കിക്കോട്ടെ എന്ന് പാഠം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി വോട്ട് പെട്ടിയിൽ വിശ്രമിക്കുമ്പോഴും തങ്ങൾക്ക് വൻ വിജയം ഉണ്ടാകും എന്ന് എല്ലാ മുന്നണിയും അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ തൂക്കുസഭയാണ് BJP ആഗ്രഹിക്കുന്നത്. അടുത്ത കാലത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രവചനങ്ങളെ തെറ്റിച്ച ജനവിധിയാണ് കേരള ജനത നൽകിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനാധിപത്യ മുന്നണി പോലും സ്വപ്നം കാണാത്ത വിജയം അവർക്ക് കിട്ടി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലമായപ്പോൾ ഇടതുപക്ഷത്തിന്റെ നില കേന്ദ്ര ഏജൻസികളുടെ കേസുകളടക്കം പല കാരണങ്ങൾ കൊണ്ട് വല്ലാതെ മോശമായിരുന്നു. എന്നാൽ ജനവിധി വന്നപ്പോൾ അവർക്ക് വൻ വിജയമായി. അതായത് ആർക്കും പിടികൊടുക്കാത്ത അടിയൊഴുക്കുകൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നുവെന്ന്. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നേതാക്കൾക്ക് ജനങ്ങളുടെ മനസ്സിലെ അടിയൊഴുക്കുകൾ എന്ത് എന്നും എങ്ങനെയെന്നും മനസ്സിലായിട്ടില്ല. പാർട്ടി സംവിധാനം ഉപയോഗിച്ച് 2019 നടത്തിയ കണക്കുകൂട്ടലനുസരിച്ച് എത്ര കേമമായിരുന്നു ഇടതുമുന്നണിയുടെ സ്ഥിതി. എന്നാൽ ഫലപ്രഖ്യാപനം വന്നപ്പോഴോ പാർട്ടി പ്രവർത്തകരുടെ ജനങ്ങളുമായുള്ള ബന്ധം കുറയുന്നു എന്നതിൻ്റെ തെളിവായി ഈ പിശകിനെ അക്കാലത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. ജനാധിപത്യ മുന്നണിയെ രക്ഷിക്കുവാൻ ഒളിവ് ജീവിതത്തിൽ നിന്നും തിരിച്ചു വിളിക്കപ്പെട്ട ഉമ്മൻചാണ്ടി പോരാട്ട നേതൃത്വം ഏറ്റെടുത്തപ്പോൾ 2019 മുയലിനെ കൊന്ന ചക്ക തന്നെ ഇടാൻ തീരുമാനിച്ചു. ശബരിമല വീണ്ടും കുത്തിയുയർത്തി ജനാധിപത്യ മുന്നണിയുടെ മൃതസഞ്ജീവനിയാക്കി. ഉമ്മൻചാണ്ടി പുനർജീവിച്ചു കൊണ്ടുവന്ന ശബരിമല വിഷയം സുകുമാരൻ നായരുടെ വാക്കുകളിലൂടെ വോട്ടെടുപ്പ് ദിവസത്തെ പ്രധാന ചർച്ചാ വിഷയമാക്കി. പാണക്കാട് തങ്ങൾ വരെ ശബരിമല വിഷയം മുതലാക്കുവാൻ നോക്കി. ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സാമുദായിക ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നായിരുന്നു തങ്ങളുടെ പ്രതികരണം. മുഖ്യമന്ത്രിയാകട്ടെ അയ്യപ്പൻ്റെയും ദേവഗണങ്ങളുടെയും എല്ലാം അനുഗ്രഹം ഇടതുമുന്നണിക്കാവും എന്ന് പറഞ്ഞപ്പോൾ സർക്കാരിന് അയ്യപ്പശാപം ഉണ്ടാകും എന്നായി രമേശ് ചെന്നിത്തല. അയ്യപ്പന് വോട്ടുണ്ടായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിനാകുമായിരുന്നു അത് എന്നായി കൊടിയേരി. സുകുമാരൻ നായരുടെ പ്രതികരണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് നിയമമന്ത്രി ബാലൻ പറഞ്ഞു. ബാലന്റെ വഴി നോക്ക്, ഞാൻ എൻ്റെ വഴി നോക്കാം, സുകുമാരൻ നായർ തിരിച്ചടിച്ചു. സുകുമാരൻ നായർ ഇട്ട ചൂണ്ടയിൽ ഇടതുപക്ഷം കൊത്തി. സുകുമാരൻ നായരോട് ഇങ്ങനെ പറയാമോ എന്നായി ചില വിപ്ലവ മാധ്യമങ്ങളുടെ പോലും നിലപാട്. ബാലന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ? അത് പാർട്ടിയുടെ നിലപാടാണോ എന്നൊക്കെ വിചാരണക്കാർ CPM വക്താക്കളോട് കുത്തി ചോദിച്ചപ്പോൾ സഖാക്കളും പകച്ചു. ഓരോ ജനവിധി വരുമ്പോഴും അതിനെ വ്യാഖ്യാനിച്ച് തങ്ങൾ പ്രവചിച്ചതുപോലെയാണെന്ന് വരുത്താൻ പ്രവാചകർ വല്ലാതെ ക്ലേശിക്കുന്നത് സമകാലീന കൗതുകമാണ്. ഒപ്പം തങ്ങൾക്ക് മനസ്സിലാക്കാത്ത അടിയൊഴുക്കിന് പുത്തൻ ഭാഷ്യവും കൊടുക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം അവർ ശബരിമലയ്ക്ക് ചാർത്തി. പഞ്ചായത്ത് വിജയം ജോസ് കെ മാണിക്കും ചാർത്തി. ജനാധിപത്യ മുന്നണിയുടെ ലോക്സഭാ വിജയം മുന്നണി എന്തെങ്കിലും ചെയ്തതുകൊണ്ടായിരുന്നില്ല എന്നായി ശബരിമല വ്യാഖ്യാനത്തിന്റെ പൊരുൾ. ശബരിമല വിഷയത്തിൽ സർക്കാരിനെ ജനം പ്രഹരിച്ചതാണത്രേ. ഈ വിശ്വാസം കൊണ്ടാകണം വോട്ടെടുപ്പ് ദിവസം ഭരണമാറ്റത്തിന് ജനങ്ങളെ ആഹ്വാനം ചെയ്ത സുകുമാരൻ നായർ അതിനവരെ പ്രേരിപ്പിക്കുവാൻ ശബരിമല വിഷയം ഓർമ്മിപ്പിച്ചത്. എന്തായിരുന്നു ശരിക്കും ശബരിമല വിഷയം?
ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം എന്നതായിരുന്നു വിധി. അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന തരത്തിലുള്ള സ്ത്രീ വിവേചനം ഒന്നുമില്ല. പെൺകുട്ടികൾക്കും മുതിർന്ന സ്ത്രീകൾക്കും അവിടെ എല്ലാ കാലത്തും പ്രവേശനമുണ്ട്. ഒരു പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകൾക്കാണ് സാഹസികവും ക്ലേശകരവുമായ ആ പുണ്യചടങ്ങിൽ പങ്കെടുക്കുവാൻ വിലക്കുള്ളത്. അതിന് വിശ്വാസപരവും ആരോഗ്യപരവുമായ കാരണങ്ങൾ ഉണ്ടാവാം. കോൺഗ്രസിന്റെയും ദേശീയ നേതൃത്വം സുപ്രീം കോടതി വിധിയെ വിപ്ലവകരം എന്നാണ് ചിത്രീകരിച്ചത്. ശശി തരൂർ അടക്കമുള്ളവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ വിശ്വാസികൾ ആ വിധിയെ എതിർക്കുന്നെന്ന് കണ്ടപ്പോൾ അവർ മലക്കം മറിഞ്ഞു. വിധി വന്നപ്പോൾ മുതൽ NSS സുപ്രീം കോടതി വിധി ശരിയല്ലെന്ന് നിലപാടെടുത്തു. സുപ്രീം കോടതി വിധിക്കെതിരെ ബഹുജന സമരമായി. നവോത്ഥാന നായകനാകുവാൻ വേണ്ടി പിണറായി കോടതി വിധിക്കൊപ്പം നിന്നു. ഐത്താചാരം പോലെ ഒരു ദുരാചാരമല്ല ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച നിബന്ധന എന്ന് മനസ്സിലാക്കാൻ പിണറായിക്കായില്ല. പുറത്തുനിന്നും അടിച്ചേൽപ്പിക്കുന്ന നവോത്ഥാനമല്ല സമൂഹങ്ങളിൽ മാറ്റം വരുത്തുന്നത്, പിന്നെയോ സമൂഹത്തിൽ നിന്നും ഉയരുന്ന പുരോഗമന നീക്കങ്ങളാണ് എന്നതാണ് സത്യം. സതി നിർത്തലാക്കിയത് ബ്രിട്ടീഷുകാരുടെ നിയമം മൂലമായിരുന്നെങ്കിലും അതിന് കളമൊരുക്കിയത് രാജാറാം മോഹൻ റായ് പോലുള്ള ഹൈന്ദവ നേതാക്കളായിരുന്നു. പിണറായി മുൻപിൻ നോക്കാതെ സുപ്രീം കോടതി വിധിക്കൊപ്പം നിന്നു. കാനം രാജേന്ദ്രനെ പോലുള്ള സഖാക്കളുടെ പിന്തുണയും കിട്ടി. CPM-ഉം സമ്മതിച്ചു. പിണറായിയുടെ ഈ നിലപാടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്ന് എല്ലാവരും പറഞ്ഞു. എങ്കിൽ എന്തേ ശബരിമല വിഷയത്തിൽ ഏറ്റവും വലിയ സമരങ്ങൾ നയിച്ച് പോലീസ് മർദ്ദനങ്ങൾക്ക് ഇരയായ BJPക്ക് എങ്ങും ജയിക്കാനായില്ല എന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം ആർക്കും പറയാനായില്ല. 2020 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പ്രവചനങ്ങളെ ലംഘിച്ച് വൻ വിജയം നേടിയപ്പോഴും പാളിപ്പോയ പ്രവാചകർക്ക് വ്യാഖ്യാനമുണ്ടായിരുന്നു. ജോസ് കെ മാണി. കേരളത്തിലെ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ മാത്രം വേരോട്ടമുള്ള ഒരു പാർട്ടിക്ക് ഇത്രയും ശക്തിയോ? തലേന്ന് വരെ ജോസ് കെ മാണിയെ നിന്ദിച്ചിരുന്നവർ പെട്ടെന്ന് അദ്ദേഹത്തെ വലിയ ജേതാവാക്കി ജനഹിതത്തിൽ തെളിഞ്ഞ യഥാർത്ഥ സത്യം ഒളിച്ചുവെച്ചു. രാഹുൽ കേരളത്തിൽ മത്സരിച്ചതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പരപ്പിക്കുന്ന വിജയം ഉണ്ടായതെന്നായി അടുത്ത ഭാഷ്യം. BJP അധികാരത്തിൽ തിരിച്ചു വരാതിരിക്കുവാൻ രാഹുലിൽ രക്ഷകനെ കണ്ടവരിൽ ഈ സ്വാധീനം ഉണ്ടായിട്ടുണ്ടാവാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടെയും രാഹുലിന്റെ രാജിയോടെയും കടുത്ത കോൺഗ്രസ്സുകാർക്ക് പോലും ആ സ്വപ്നം പൊലിയുകയും ചെയ്തു. എങ്കിലും ഇക്കുറി രാഹുലിനെയും പ്രിയങ്കയെയും കേരളത്തിലാകെ പ്രചാരണത്തിനിറക്കി. കടലിൽ ചാടുന്നതും പെൺകുട്ടികളെ യുദ്ധമുറ പഠിപ്പിക്കുന്നതും ഓശാനയ്ക്ക് കുരുത്തോല വാങ്ങുന്നതും അടക്കം എന്തെല്ലാം വോട്ട് തന്ത്രങ്ങളാണ് രാഹുൽ നടത്തിയത്. ഇതെല്ലാം വോട്ടാകുമോ? എല്ലാം കണ്ട് ജനം മനസ്സിൽ കുറിച്ചത് അവന് മാത്രമാവും അറിയുക. അതാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്റെ സങ്കീർണത. ആർക്കും പിടികൊടുക്കാത്ത വിധം സങ്കീർണമാകും ആ തീരുമാനങ്ങൾ. എല്ലാവർക്കും പ്രത്യാശ കൊടുക്കും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതാവില്ലേ സംഭവിക്കുക. രാവിലെ വളരെ ആവേശത്തോടെ പോളിംഗ് ബൂത്തുകളിൽ എത്തിയിരുന്ന ജനത്തിന്റെ ഒഴുക്കിന്റെ ഗതി ശബരിമല വിവാദം മൂത്തതോടെ ഗതിവേഗം കുറച്ചു. രാത്രി 7 പോളിംഗ് അവസാനിക്കുമ്പോൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലേക്കായി മത്സരിക്കുന്ന 957 സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കുന്നതിന് ആകെ വോട്ടർമാരിൽ 74.04% വോട്ട് ചെയ്തത് എന്നാണ് കണക്ക്. 2016 77.35% വോട്ട് രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. പോളിംഗ് ശതമാനം കുറഞ്ഞതിനും തങ്ങൾക്ക് അനുകൂലമായ വ്യാഖ്യാനങ്ങളുമായാണ് 3 മുന്നണികളും എത്തുന്നത്. ഞങ്ങളുടെ ആൾക്കാരെല്ലാം വോട്ട് ചെയ്തെന്ന് എല്ലാ പാർട്ടിക്കാരും അവകാശപ്പെട്ടു. ന്യൂനപക്ഷങ്ങളാകെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു എന്ന് ജനാധിപത്യ മുന്നണി ഉറച്ചു വിശ്വസിക്കുന്നു. സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ ജനം വൻതോതിൽ ഒഴുകിയെത്തുമായിരുന്നു എന്നും അതില്ലാത്തത് തുടർഭരണം ഉണ്ടാകണമെന്നതിൻ്റെ അടയാളമാണെന്നും CPM വക്താക്കൾ വാദിച്ചു. ജനം കുറിച്ച വിധി മെയ് 2 അറിയുന്നതുവരെ എന്തിന് ഈ അവകാശവാദങ്ങൾ? 20 ദിവസം കാത്തിരുന്നാൽ വ്യക്തമാകുന്ന സത്യത്തെക്കുറിച്ച് വല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ച് ജനഹിതം മനസ്സിലാക്കുന്നതിൽ ഉള്ള കഴിവുകേട് തുറന്നു സമ്മതിക്കുന്നത് എന്തിന്? പാലാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജോസ് ടോമിന് വൻ വിജയം പ്രവചിച്ച ഒരു ചാനലുകാരന് എത്ര നാളാണ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വന്നത്? ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്ത തൂക്കു നിയമസഭ ഉണ്ടാകും എന്നാണ് BJPയുടെയും അവരോടൊപ്പം നിൽക്കുന്നവരുടെയും സ്വപ്നം. അങ്ങനെ വന്നാൽ BJP ഒരു കളി കളിക്കും എന്ന് പറയാതെ പറയുന്നു. ജനവിധിയെ അട്ടിമറിച്ച് ഭരണം പിടിക്കുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അവരുടെ നേതൃത്വം കാണിച്ച വൈഭവമാണ് ഇത്തരം പ്രതികരണങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുക. കോൺഗ്രസിൽ നിന്ന് തന്നെ ഏറെ പേരെ പിടിച്ചാണ് അവർ ഗോവയിൽ അട്ടിമറി നടത്തിയത്. ചാക്കിടേണ്ടവരെ ഇപ്പോൾ തന്നെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. 1979 ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് കരുണാകരൻ കളിച്ച കളി പോലെ ചിലത്.
മെട്രോമാൻ എന്ന് വിളിക്കപ്പെടുന്ന ഇ ശ്രീധരൻ പാലക്കാട്ട് MLA ഓഫീസിന് കെട്ടിടം വരെ എടുത്തു. തൂക്കു നിയമസഭ ഉണ്ടായാൽ ആഭ്യന്തര വകുപ്പുമായി ഭരണത്തിൽ കയറാൻ വരെ റെഡിയായിട്ടുള്ളവരുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുമ്പോൾ ഇടതുമുന്നണി വള്ളപ്പാട് മുന്നിൽ എന്നായിരുന്നു എല്ലാ സർവേക്കാരുടെയും കണക്കെങ്കിൽ വോട്ടെടുപ്പായപ്പോൾ ഒപ്പത്തിനൊപ്പം എന്നായി കണക്ക്. സർക്കാർ പരസ്യം മാത്രമുണ്ടായിരുന്ന കാലത്തായിരുന്നു ആദ്യത്തെ സർവേ ഫലങ്ങളെങ്കിൽ ജനാധിപത്യ മുന്നണിക്കാരുടെ പരസ്യം കിട്ടിത്തുടങ്ങിയപ്പോഴാണ് രണ്ടാമത്തെ നിലപാടിലെത്തിയത്. രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്നും തന്നെ എത്തിച്ചേരാവുന്ന അനുമാനമാണിത്. ആദ്യ സർവേകളിലെല്ലാം തുടർഭരണം എന്ന ഫലം വന്നപ്പോൾ അദ്ദേഹം പരിതപിച്ചു. പരസ്യം കൊടുത്ത് മാധ്യമങ്ങളെ സർക്കാർ വിലക്കെടുത്തു എന്ന്. ഏതായാലും ജനാധിപത്യ മുന്നണിയുടെ പരസ്യം വന്നു തുടങ്ങിയതിനൊപ്പം UDFന്റെ നിലയും ഉയർന്നു തുടങ്ങി. പരസ്യം കിട്ടിയതുകൊണ്ട് ചെയ്ത സഹായം ആണെന്ന് ചാനലുകാർ സമ്മതിക്കില്ല. എങ്കിലും അവരുടെ സമീപനങ്ങളിലെ കാപട്യം ആർക്കും മനസ്സിലാക്കുന്നതാണ്. ക്രൈസ്തവ സമൂഹത്തിന്റെ വേദനയായ ലവ് ജിഹാദിനെ കുറിച്ച് പറയില്ലെന്ന് മാത്രമല്ല, ആ പദം പോലും ഉപയോഗിക്കില്ലെന്ന് ചില മാധ്യമങ്ങൾക്ക് വാശിയാണ്. മാധ്യമങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പാനൂരിൽ തിരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരോടുള്ള പെരുമാറ്റത്തിലൂടെ അവർ കാണിച്ചു തന്നു. അവിടുത്തെ ആക്രമണത്തെ അപലപിക്കാൻ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വല്ലാതെ വിലപിക്കുന്നവർ പോലും തയ്യാറായില്ല. ചിലരെക്കുറിച്ച് ഒന്നും പറയാനാവില്ല എന്നതിൻ്റെ കുറവ് തിരിച്ചടിക്കലും ഉറപ്പുള്ള മറ്റുള്ളവരെക്കുറിച്ച് എന്തും പറഞ്ഞ് നികത്തുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മുന്നണിക്ക് വൻ ഭൂരിപക്ഷം കിട്ടും എന്ന തുടക്കകാലത്തെ മാധ്യമ പ്രവചനം പോലെ അവിശ്വസനീയമാണ് അവസാനം 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം ആണ് എന്ന അവരുടെ സർവേകളും. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിയാൻ മെയ് 2 വരെ കാത്തിരിക്കണം എന്നതാണ് സത്യം. ഷിലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.